അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഇതൊരു കനപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചകളിലായി പറഞ്ഞു വന്നിരുന്ന കാര്യമാണ് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലാസ് എടുക്കുകയും അതിനുശേഷം വൈവാഹിക ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇന്ന് അതുമായി ചേർത്ത് വെച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുടുംബജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. മക്കൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. മക്കളുടെ ജനനത്തിന് കാരണക്കാരായ ആളുകളാണ് മാതാപിതാക്കൾ എന്നുള്ളത്. അവരുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ സംസ്കാരവും അവരുടെ പെരുമാറ്റത്തിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കളാണ്. മക്കൾ അള്ളാഹു നൽകിയ ഒരു സമ്മാനമാണ്, അതുപോലെ തന്നെ അലങ്കാരമാണ്, പരീക്ഷണമാണ്. വിശുദ്ധ ഖുർആനിൽ ഈ 3 കാര്യവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. സമ്മാനം ലഭിക്കുക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാനമാണ്. നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സമ്മാനം എന്നുള്ളത്. ആ സമ്മാനം തരുന്ന ആളോട് സമ്മാനം സ്വീകരിക്കുന്ന ആൾക്ക് പ്രത്യേകമായ ഒരു താല്പര്യവും ഇഷ്ടവും സ്നേഹവും ഉണ്ടാകും. അള്ളാഹു നൽകിയ സമ്മാനമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ നൽകിയ അള്ളാഹുവിനോടുള്ള നന്ദിയും കടപ്പാട് നമ്മൾ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, മറ്റൊരു സ്ഥലത്ത് നമുക്ക് അലങ്കാരമാക്കി തന്നിരിക്കുന്നു മക്കളെ. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. നിങ്ങളുടെ ദുനിയാവിലെ സീനത്താണ്, അലങ്കാരമാണ് നിങ്ങളുടെ മക്കൾ എന്നുള്ളത്, നിങ്ങളുടെ സമ്പത്ത് എന്നുള്ളത്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ റബ്ബിൻ്റെ അടുത്ത് ഏറെ സ്വീകാര്യമായത്, നിങ്ങളുടെ ബാക്കി വെക്കുന്നത് നിങ്ങളിൽ വന്ന സൽക്കർമ്മങ്ങളെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്തെ ആയത്തിലാണ് ഇത് പ്രതിപാദിക്കുന്നത്. അതേസമയം മക്കൾ നമുക്ക് ഫിത്ന എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, പരീക്ഷണമാണ് എന്നും കൂടി പ്രയോഗിച്ചിട്ടുണ്ട്. വഅലമു അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന വ അന്നല്ലാഹ ഇൻദഹു അജ്റൻ അളീം. അതായത് അറിയുക, നിങ്ങൾക്ക് നിങ്ങളുടെ ധനം, നിങ്ങളുടെ മക്കൾ ഒരു പരീക്ഷണമാണ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്തായ പ്രതിഫലമുള്ള കാര്യം കൂടിയാണ്. 2 കാര്യമാണ്. ഒന്ന്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് പരീക്ഷണമാണ്. ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. അതോടൊപ്പം നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. ആ മക്കൾ വഴി നിങ്ങൾക്കും ഒരുപാട് അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്തായ പ്രതിഫലങ്ങൾ നേടാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, സമ്പത്ത്, അതുപോലെ തന്നെ ആരോഗ്യം, അതുപോലെ തന്നെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ അനുഗ്രഹമായി എണ്ണി പറയുന്നുണ്ടെങ്കിലും അതിനെ ചേർത്ത് വായിക്കേണ്ടത് അതൊരു പരീക്ഷണം കൂടിയാണ് എന്നുള്ളതാണ്. സമ്പത്ത് പലപ്പോഴും നമുക്ക് അനുഗ്രഹമാണ്, പക്ഷെ നമ്മൾ അറിയാതിരിക്കുന്ന ഒരു കാര്യമാണ്, അതൊരു പരീക്ഷണം കൂടിയാണ് എന്നുള്ളതാണ്. സമ്പത്തിൻ്റെ പരിപൂർണമായ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അത് തീരുമാനമെടുക്കുകയാണെങ്കിൽ അതൊരു പരീക്ഷണമായി മാറും. മക്കളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് അവരെ കൊണ്ടു നടത്താനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളിൽ അർപ്പിതമാണ്. അത് കൊണ്ടുപോയില്ല എങ്കിൽ അതൊരു പരീക്ഷണമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് മക്കൾ നൽകുന്നതും പരീക്ഷണം, മക്കളില്ലാതിരിക്കലും ഒരു പരീക്ഷണമാണ്. മക്കൾ നൽകാതെയും ശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു യബ്സുത്തു റിസ്ഖ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നിങ്ങളെ റിസ്ക് പിടിച്ചെടുക്കും. വയഖ്ദിർ, അത് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. ചിലത് കൈ അയച്ച് നൽകുന്നതും വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ കുറേ തരും. അപ്പോൾ അത് നിങ്ങളെ പരീക്ഷണമാണ്. അതുകൊണ്ട് മക്കളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ
മക്കൾ നമുക്ക് പ്രയോജനപ്പെടുന്നത് പ്രധാനമായും 3 ലോകത്തും പ്രയോജനപ്പെടുന്നുണ്ട്. ഒന്ന്, ദുനിയാവിൽ നമുക്ക് മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ദുനിയാവിൽ നമുക്ക് സൗഭാഗ്യമുണ്ടാവും. കാരണം നമ്മുടെ പ്രായം ചെന്ന സമയത്ത്, നമുക്കൊന്നും പറ്റാത്ത സമയത്ത് അവർ നമ്മളെ പരിചരിക്കുകയും സ്നേഹിക്കുകയും നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യും. അല്ല, അവർക്ക് അങ്ങനെ ഒരു സംസ്കാരം കൊടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായും അത് നമുക്ക് വലിയൊരു പരീക്ഷണമായി മാറും, നമ്മുടെ ദുരന്തമായി മാറുകയും ചെയ്യും. അതാണല്ലോ 5 പേരെ സ്വന്തം മാതാപിതാക്കളെ വധിക്കുന്ന മക്കളെയാണ് വാർത്തകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ കൊല്ലുന്നത്. അതേപോലെ തന്നെ ബർസഖിയായ ജീവിതം, അതായത് ഖബർ ജീവിതത്തിലേക്ക് നമുക്ക് സുഖങ്ങൾ വന്നെത്തുന്ന നല്ല മക്കളുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥിക്കുന്ന മക്കൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, നമുക്ക് വേണ്ടി അതായത് നമ്മൾ ബാക്കി വെച്ച നല്ല സൽക്കർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മക്കളുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം നമ്മളെ ഖബറിലേക്ക് കടന്നു വരുമെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ പരലോകത്ത് നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന മക്കളായി അവർ വളരും. അങ്ങനെ 3 ലോകത്തും നമുക്ക് ഉപകരിക്കുന്ന മക്കളെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദമിൻ്റെ സന്തതികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഖത അമലഹു ഇല്ലാ മിൻ സലാസ്, 4 കാര്യം മുറിയുകയില്ല, 4 അമലുകൾ അവസാനിക്കുകയില്ല. ഒരു ആദം സന്തതി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കർമ്മങ്ങളൊക്കെ അവസാനിച്ചു. പക്ഷെ 4 കാര്യം അവനിൽ മുറിയുകയില്ല. ഒന്ന്, സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദക്ക. അതിങ്ങനെ ഉദാഹരണമായി ഒരു പള്ളിക്ക് നിങ്ങൾ സദക്ക ചെയ്ത് കഴിഞ്ഞാൽ ആ പള്ളി നിലനിൽക്കുന്നിടത്തോളം കാലം അതിൽ നിന്ന് അവിടെ വന്ന് നമസ്കരിക്കുന്ന ആളുകളുടെ ആ പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം നമ്മളെ ഖബറിലേക്ക് വരും. അതൊരു ഉദാഹരണമാണ്. ഒരു യത്തീംഖാന അല്ലെങ്കിൽ അനാഥ മന്ദിരത്തിന് നമ്മൾ സഹായം കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ ഒരു വിഹിതം നമ്മളെ ഖബറിലേക്ക് വരും. അങ്ങനെ സദഖത്തുൻ ജാരിയ. മറ്റൊന്ന് പറഞ്ഞത് ഔ ഇൽമു യന്തഫിഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവ്, ഒരു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന അറിവ് നമ്മൾ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ചില ഉപകാരപ്പെടുന്ന അറിവുകൾ നൽകി അവൻ അതിലൂടെ രക്ഷപ്പെടുകയാണെങ്കിൽ അത് വഴി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അതിൻ്റെ നേട്ടങ്ങളുടെ ഒരു വിഹിതം നമ്മുടെ ഖബറിലേക്ക് വന്നെത്തും. മറ്റൊന്ന് ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ ഖബറിലേക്ക് വന്നെത്തുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ കാര്യമായി അവർക്ക് ഇസ്ലാമികമായ വിദ്യാഭ്യാസം നൽകുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ നൽകുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെൺമക്കളെ നന്നായി പരിചരിക്കുകയും പെൺമക്കളുള്ള ഒരു മാതാപിതാക്കളെങ്കിൽ അവർക്ക് നല്ല പരിചരണം, ഇസ്ലാമികമായ അറിവും നൽകി വളർത്തി അവരെ വിവാഹം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗമാണ് പറഞ്ഞത്. മൻകാന സലാസ ബനാത്തിൻ, ആർക്കെങ്കിലും 3 പെൺകുട്ടികളുണ്ടെങ്കിൽ, ഔ സലാസ അഖവാത്തിൻ, അല്ലെങ്കിൽ 4 സഹോദരിമാർ അല്ല 3 സഹോദരിമാരുണ്ടെങ്കിൽ, ഔ ബിൻതാനി, അതല്ലെങ്കിൽ 2 പെൺകുട്ടികളാണെങ്കിൽ, ഔ ഉഖ്താനി, അല്ലെങ്കിൽ 2 സഹോദരിമാരാണെങ്കിൽ, ഫഹ്സന സഹ്ബതുഹുന്ന വത്തഖില്ലാഹ ഫീഹിന്ന ദഖലൽ ജന്ന, അവർക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന രീതിയിൽ അവർക്ക് സംസ്കാരവും സ്വഭാവവും ഒക്കെ വളർത്തിയെടുത്ത് അവരെ നല്ല രീതിയിൽ നിങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ദഖലൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ട ഹക്ക്, അവകാശം നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഒരു പിതാവ് ഒരു മകനെക്കുറിച്ച് പരാതി പറഞ്ഞു വരികയുണ്ടായി. അപ്പോൾ മകൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഈ പരാതിക്കാരൻ്റെ മകൻ കൂടെ ഉണ്ടായിരുന്നു. മകൻ ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിച്ചു, മാതാപിതാക്കൾക്കും എന്നോടൊരു കടപ്പാടില്ലേ, എന്നോട് കടമയില്ലേ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഉണ്ട്. തുടർന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞു, ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് മകനോട് പറയണം, മക്കൾക്ക് നല്ല ഉമ്മയെ നൽകുക, നല്ല പേരിടുക, ഖുർആൻ പഠിപ്പിക്കുക, ഇത് ഒരു മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. മകൻ പറഞ്ഞു, ഇത് 3ഉം എൻ്റെ ഉമ്മ എനിക്ക് നൽകിയിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു ആ പിതാവിനോട് പറഞ്ഞു, മകനോട് ചെയ്യേണ്ട കടപ്പാടുകൾ താങ്കൾ കാണിച്ചില്ല, അതിനാൽ തന്നെ ഇന്ന് താങ്കളോട് കാണിക്കേണ്ട കടപ്പാടുകൾ മകൻ തന്നോട് നിർവഹിക്കുന്നില്ല എന്ന് പറയുകയുണ്ട്. അതുകൊണ്ട് മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് കുടുംബ ബന്ധത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ കുടുംബക്കാരെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. ചില മക്കൾക്ക് അറിയില്ലെന്ന്. പുതിയ ജനറേഷന് തൻ്റെ കഴിഞ്ഞ തലമുറയിലോ ബന്ധുക്കൾക്കോ അറിയില്ല. നിങ്ങൾ വെക്കേഷനിൽ പോകുമ്പോൾ മക്കളെ കൂട്ടിയിട്ട് ടൂർ അടിക്കുന്നതിന് പകരം ടൂർ പോകണ്ടെന്നൊന്നും പറയില്ല. ആദ്യം നിങ്ങളെ ആൾക്കാരെ, നിങ്ങളെ രക്തബന്ധുക്കളെ ആയെങ്കിലും അറ്റ്ലീസ്റ്റ്
പറഞ്ഞു കൊടുക്കുക, അവരെ പഠിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് കുടുംബ സന്ദർശനം നടത്തുക, അതൊരു വിസിറ്റ് എടുക്കുക, നല്ല സ്വഭാവശീലങ്ങൾ അവരെ ശീലിപ്പിക്കുക. മാതാപിതാക്കളാണ് അവരുടെ റോൾ മോഡൽ. അതുകൊണ്ട് നമ്മൾ വിസിറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ മക്കളും വിസിറ്റ് ചെയ്യില്ല. കുടുംബക്കാരുടെ അടുത്ത് പോവാം, രോഗികളായി കിടക്കുന്ന കുടുംബക്കാരനെ അവരുടെ അടുത്ത് പോവാം, പ്രായം ചെന്നവരായ ആളുകളുടെ ബന്ധുക്കളുടെ അടുത്ത് നമ്മൾ സന്ദർശിക്കുക. ഇതൊക്കെ നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കേണ്ട ഒരു ശീലമാണ്. മദ്രസ പഠനത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ രക്ഷിതാക്കൾ പലപ്പോഴും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊരു ധാരണ നമ്മുടെ മക്കൾ മദ്രസ പഠനത്തിന് മുൻഗണനാക്രമം നൽകുക, ഒന്നാമതായി നൽകുക. അതേപോലെ തന്നെ നമസ്കാരത്തിൽ ചിട്ടയോടുകൂടി സമയബന്ധിതമായി നമസ്കരിക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. അത് ഉമ്മാര് നോക്കിക്കോളെന്ന് വെച്ചിട്ട് വാപ്പാര് നോക്കാറില്ല. അത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. അതുപോലെ തന്നെ അവർ നമസ്കാരത്തിന് ശേഷം ദിക്ർ ചെല്ലുന്നുണ്ടോ, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാവേണ്ടതുണ്ട്. അത് ഉമ്മമാരുടെ മാത്രം ഉത്തരവാദിത്തമായി നമ്മൾ ഒഴിഞ്ഞു മാറാൻ പാടില്ല. പരലോകത്ത് വിചാരണയ്ക്ക് വെക്കുമ്പോൾ അതുകൂടി നമ്മളെക്കുറിച്ച് അന്വേഷിക്കും. മക്കൾക്ക് കൊടുക്കേണ്ട പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ട്. അഭിനന്ദനത്തിൻ്റെ സമയത്ത് അഭിനന്ദനം കൊടുക്കേണ്ടതുണ്ട്. ഈ സദസ്സ് അത് കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. കൂട്ടുകാരന്മാരുടെ ഇടയിൽ വെച്ചിട്ട് കുറ്റപ്പെടുത്തലുകൾ, അവനങ്ങനെ തന്നെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് സ്വന്തം മക്കളെക്കുറിച്ച് പറയാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് പുതിയ ജനറേഷനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവർ കൂടുതൽ സ്മാർട്ട് ഫോണിൽ ആണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് അവരെന്ത് കാണുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അവരുടെ സ്മാർട്ട് ഫോൺ എന്ത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓരോ രക്ഷിതാവിനും അറിയേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് പരമാവധി അവരുമായി ഫ്രണ്ട്ലി ആയിക്കൊണ്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുക. അവരായിട്ട് ഫ്രണ്ട്ലി ആകുമ്പോൾ ഇതൊക്കെ അന്വേഷിക്കാൻ പറ്റുള്ളൂ. മക്കളോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബിയും തമ്മിലുള്ള ഒരു ആത്മബന്ധമുണ്ട്. അവർ പരസ്പരം പങ്കുവച്ചിരുന്നു. ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ഇവിടെ കൊടുക്കേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും പലപ്പോഴും നമ്മൾ കൊടുക്കും. നഷ്ടപ്പെട്ടു പോകുന്ന യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശാശ്വതമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് പോലും അവർക്ക് പറഞ്ഞു കൊടുക്കില്ല. എന്ത് ചെയ്യുമ്പോഴും അവിടെ അതിൽ നിന്ന് പരലോകത്ത് എന്ത് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരിക്കൽ മരണശയ്യയിൽ കിടക്കുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി തൻ്റെ പിതാവിനോട് സങ്കടപ്പെട്ട് ചോദിക്കുന്നുണ്ട്. മരണശയ്യയിൽ കിടക്കുകയാണ്, മാരകമായ രോഗം വന്നു, മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞു, പൂർത്തിയായി, ജോലിയിൽ പ്രവേശിക്കേണ്ട സമയം, പക്ഷേ അദ്ദേഹത്തിന് അതിൽ പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. മരണശയ്യയിൽ കിടക്കുമ്പോൾ പിതാവിനോട് ചോദിച്ചു, അല്ല ഉപ്പ, നിങ്ങൾ എല്ലാ സൗകര്യങ്ങളും എനിക്ക് തന്നു, എന്നെ പഠിപ്പിച്ചു, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ തന്നു, എനിക്കിനി എൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് ഇനിയുള്ളൊരു ജീവിതത്തിലേക്ക് ഇനിയൊരു സാധ്യത എൻ്റെ മുന്നിൽ കാണുന്നില്ല. ഇനിയുള്ള ജീവിതം മരണാനന്തരമുള്ളൊരു ജീവിതമാണ്. പക്ഷെ ഉപ്പ, എനിക്കത് താങ്കൾ തന്നില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തുത്തരം പറയും? ഞാനൊന്നും ചെയ്തു വെച്ചിട്ടില്ല, ഞാൻ സീറോയാണ്. അതുകൊണ്ട് എന്നെ എന്തുകൊണ്ടത് പഠിപ്പിച്ചില്ല? ആ സമയത്താണ് ആ മകന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ മക്കളിൽ നിന്ന് ഖേദം പ്രകടിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹുകളായ മക്കളായി അള്ളാഹു നമ്മെവരെയും അനുഗ്രഹിക്കുമാറാ. മക്കളെ നൽകുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സംസാരിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ.